ബത്തേരി സ്വദേശി ഹേമചന്ദ്രൻ കൊലപാതക കേസിൽ മുഖ്യപ്രതി നൌഷാദിനെ ബീനാച്ചിലെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. തുടർന്ന് തെളിവെടുപ്പിനായി ചേരമ്പാടിയിലേക്ക് കൊണ്ടുപോയി. ഒരു പ്രതികരണത്തിലേക്ക്. പ്രതി പറഞ്ഞ കുറേ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഓരോന്നും ഞങ്ങൾ ക്രോസ് വെരിഫൈ ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് പോലീസ് അന്വേഷണം നടക്കുന്നത്. ഈ ഘട്ടത്തിൽ മറ്റൊരു കാര്യം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. മറ്റു കാര്യങ്ങൾ ഇപ്പം പ്രതി പറയുന്നതനുസരിച്ച് സ്ഥലങ്ങളിൽ പോകും. ഞങ്ങൾ നേരെ അഡ്വാൻസായി പറയാൻ കഴിയില്ല. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മറ്റു കാര്യങ്ങൾ തുടർച്ചയായി ഉണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ വന്നു തെളിവെടുത്തു. ഈ സംഭവ സ്ഥലം എവിടെയാണ് എന്ന് കൺഫേം ആയിട്ട് ബാക്കി കാര്യങ്ങൾ നടക്കുകയാണ്. സുജിത് അയ്യപ്പത്ത് വയനാടൻ ചെയ്തു. സുജിത്ത്, പോലീസിന്റെ ഭാഷ്യമനുസരിച്ചാണെങ്കിൽ ഈ പറയുന്ന ബീനാച്ചിക്ക് സമീപമുള്ള നൌഷാദിനെ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ച വീട്ടിലാണ് ഹേമചന്ദ്രനെ കൊണ്ടുവന്നതും തല്ലിക്കൊന്നതുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതുമായി സംബന്ധിച്ച അന്വേഷണമാണ് നടക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസിന് തെളിവെടുപ്പിനിടെ കണ്ടെത്താനായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചേരമ്പാടിയിലെ തെളിവെടുപ്പ് തുടരുകയാണ്. ചേരമ്പാടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. തെളിവെടുപ്പിന്റെ ഭാഗമായി അന്വേഷണ സംഘം കൊണ്ടുപോവുകയാണ്. വാഹന വ്യൂഹമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യ വാഹനത്തിലാണ് പ്രതിയായിട്ടുള്ള നൌഷാദ് ഉള്ളത്. അതിന് തൊട്ട് പുറകെ ACP മെഡിക്കൽ കോളേജ് ACP ഉമേഷിന്റെ വാഹനമുണ്ട്. അതിന് പിറകിലായി ഫോറൻസിക് ലാബ് ഉദ്യോഗസ്ഥരുടെ, കേരള പോലീസിന്റെ ഉദ്യോഗസ്ഥരുടെ ഫോറൻസിക് ലാബുമായി ബന്ധപ്പെട്ട വാഹനവുമുണ്ട്. ഈ പ്രതി സഞ്ചരിച്ച വഴിയിലൂടെയാണ് ഇപ്പോൾ ചേരമ്പാടിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വഴി എന്ന് പറയുന്നത് അത് ചുള്ളിയോട് വഴിയല്ല. ചുള്ളിയോട് കഴിഞ്ഞ ശേഷം കുനി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ കുനി എന്നുള്ള പ്രദേശം അത് വളരെ വിജനമായ ഒരു പാതയാണ്. ഒരു വയലിലൂടെയൊക്കെ കടന്നു പോകുന്ന പാതയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ചെക്ക് പോസ്റ്റോ മറ്റോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ സുഗമമായ രീതിയിൽ തന്നെ ഇവിടേക്ക് ചേരമ്പാടിയിലേക്ക് എത്താൻ കഴിയും. ചെക്ക് പോസ്റ്റ് ഒന്നുമില്ലാതെ, ഒരു പരിശോധനയും ഇല്ലാതെ എത്താൻ കഴിയും എന്നുള്ളതുകൊണ്ട് കുനി വഴിയാണ് ഈ പ്രതിയായിട്ടുള്ള ആൾ, ഈ നൌഷാദ്, ഹേമേന്ദ്രന്റെ മൃതദേഹവുമായി പോയതെന്ന് കൃത്യമാവുകയാണ്. അവിടെ നിന്ന് നേരെ വെട്ടുവാടി വഴി എരുമാട് വഴി കയ്യൂന്ന് വഴിയാണ് ഇപ്പോൾ ചേരമ്പാടിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് എങ്ങനെയാണ് ഈ പ്രതി ഹേമചന്ദ്രനുമായി ആ മൃതദേഹവുമായി സഞ്ചരിച്ചത്, ആ സഞ്ചരിച്ച വഴിയിലൂടെയാണ് ഇപ്പോൾ നിലവിൽ ACP ഉമേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേരമ്പാടിയിൽ ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 10 മിനിറ്റിനകം തന്നെ ചേരമ്പാടിയിലെത്തും. ചേരമ്പാടിയിലെത്തിയ ശേഷം മറ്റ് തെളിവെടുപ്പ് നടക്കും. ഈ വരുന്ന വഴിയിൽ, അതായത് ഈ ബത്തേരിക്കും ചുള്ളിയോടിനും ഇടയിൽ ഒരു സ്ഥലത്ത് ഇറങ്ങി ഒരു ചിത്രം എടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതായത് എന്തോ എടുക്കുകയോ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അന്വേഷണ സംഘത്തിന്റെ നിർണായകമായ തെളിവെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഇവിടേക്ക് എത്തിച്ചത്. അതായത് ബീനാച്ചിയിലെ നൌഷാദിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു വിൽക്കാൻ ഏൽപ്പിച്ച വീട്ടിലാണ് ഹേമേന്ദ്രനെ എത്തിച്ചത്. അവിടെ വെച്ചാണ് മർദ്ദനം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അവിടെ ഈ തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി പോലീസ് സംഘം അവിടെ അതിന്റെ തൊട്ടു പിറകിൽ ചില വസ്തുക്കൾ കത്തിച്ചതായി കാണുന്നുണ്ട്. അത് ചില അഗ്രിമെന്റ് പേപ്പർ അടക്കമുള്ള രേഖകളാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അത് ആ കത്തിയമർദ്ദന്റെ ആ ഭാഗം കാണിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ആ പ്രദേശം കേന്ദ്രീകരിച്ചൊരു തെരച്ചിൽ നടത്തുകയും പോലീസ് ആ ഭാഗത്ത് ഈ പ്രതിയെ എത്തിച്ച് കാണിക്കുന്നതും നമുക്ക് ദൃശ്യത്തിൽ കാണാമായിരുന്നു. എന്തായാലും തെളിവെടുപ്പ് മുന്നോട്ട് പോവുകയാണ്. പോലീസിന്റെ ഭാഷ്യമനുസരിച്ച് പോലീസ് സ്ഥിരീകരിക്കുന്നത് ഇത് കൃത്യമായ കൊലപാതകം തന്നെയാണെന്നാണ്. പക്ഷേ പ്രതിയായ നൌഷാദ് പറയുന്നത് ഇത് കൊലപാതകം അല്ല, ഇത് ആത്മഹത്യയാണെന്നുള്ളതാണ് പ്രതിയായ നൌഷാദ് പറയുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ചേരമ്പാടിയിൽ തെളിവെടുപ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് പോലീസ് സംഘം എത്തിച്ചേരും. ഉടൻ തന്നെ ചേരമ്പാടി എത്തിക്കും. 1.5 വർഷം മുമ്പ് ഹേമചന്ദ്രനുമായി മുഖ്യപ്രതി നൌഷാദ് സഞ്ചരിച്ച അതേ വഴിത്താരകളിൽ, അതേ റോഡുകളിൽ പോലീസ് നൌഷാദിനെ കൊണ്ട് സഞ്ചരിക്കുകയാണ്. ഒരു തരി തെളിവ് പോലും നശിപ്പിക്കപ്പെടാതിരിക്കാൻ കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് പഴുതുകളില്ലാതെ കേസിൽ നൌഷാദിനെ കൊടുക്കാൻ, അല്ലെങ്കിൽ നൌഷാദിനെ പ്രതിയാക്കാൻ. ഒരു വാർത്തയിലേക്കാണ്.